3 വരം എന്തെല്ലാം ഒരു ഫുൾ ടാങ്ക് പെട്രോൾ കിട്ടിയാൽ മതി അല്ലേ? പെട്ടെന്ന് ഇൻവിസിബിൾ ഒക്കെ ആവാണെങ്കിൽ നല്ലതായിരിക്കും. എനിക്ക് ഒരു പോർഷെ വാങ്ങിക്കണം. ഞാൻ ചോദിക്കുമ്പോ 3 വരം തരണം. എക്സാം കാണില്ല. கன்மாரி நான் பறையா பைசா வந்து ஒரு வேஸ்ட் அண்ணா. என்னைக்கு ஃப்ரெண்டு தான் வந்து மெயின். ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഡെലേ സ്റ്റോറീസ്. ഇന്നത്തെ കണ്ടന്റ് എന്തെന്നാൽ ഒരു ദൈവം ഇറങ്ങി വന്ന് 3 വരം ഒരാൾക്ക് തരികയാണെങ്കിൽ അവരെന്തെല്ലാം ചോദിക്കാൻ വേണ്ടി പോകുകയാണ്. 3 വരം എന്തെല്ലാം ചോദിക്കും? പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു ഫുൾ ടാങ്ക് പെട്രോൾ കിട്ടിയാൽ മതി അല്ലേ? എന്താ ഉറക്കം വരുന്നു? ഒരു വേൾഡ് ടൂർ. ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ പോകാൻ വേണ്ടി ഒരു ആഗ്രഹം ഉണ്ടാവില്ല. വേൾഡ് ടൂർ പോലെ ഒരു ടൈപ്പ്. എനിക്ക് ഒരു പോർഷെ വാങ്ങിക്കണം ആഗ്രഹം. പോർഷെ, ഓക്കെ. അത് വേണ്ട വേണമെന്ന് പറഞ്ഞാൽ ഇവിടെ കൊണ്ടുതരാൻ ആരുമില്ല. ഹെൽത്ത്, വെൽത്ത്, പിന്നെ ഇതേപോലെ ഹാപ്പി ആയിട്ട് ജീവിക്കാൻ. 3 வரம் வந்து கேட்கும்போது ஒன்று பாரியா, ஒன்று அம்மா, என்னுடைய அம்மா, பின்ன ஒரு அச்சன், எனக்கு அச்சன், எனக்கு 3 பேர் வேணும். இதெல்லாம் இருக்குல்ல? இல்லை, யாருமே இல்லை. என்னுடைய பாரியை மாத்திரம் உள்ள. ഞാൻ ചോദിക്കുമ്പോ 3 വരം തരണം. 3 വരം. എക്സാം കാണില്ല. അമ്പട കേമാ സണ്ണി കുട്ട. എക്സാം ഒന്നും ഉണ്ടാവില്ല. ഒരു വരം പറഞ്ഞാൽ നമുക്ക് എന്ത് ആഗ്രഹങ്ങളും സാധിക്കണമെന്ന്. അപ്പോൾ ബാക്കി 2 വരത്തിൻ്റെ ആവശ്യമില്ലല്ലോ. അല്ല, എനിക്ക് ഒരു വരത്തിൻ്റെ ആവശ്യമുള്ളൂ. കാരണം നമ്മുടെ എന്ത് കാര്യമാണെങ്കിലും നമുക്ക് സാധിക്കണം, അതേ ഉള്ളൂ. ബാക്കി 2 വരത്തിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ നിലവിലെന്ന് വെച്ചാൽ നമ്മുടെ നോർമൽ ലൈഫിലേക്ക് എല്ലാവരും ഒന്ന് എത്തിയാൽ ഒരു 3 കൊല്ലമായിട്ട് ഇങ്ങനത്തെ ഒരു ലൈഫാണല്ലോ. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. പിന്നെന്താ, അസുഖമൊന്നും ഇല്ലാതെ ജീവിക്കണം, അത്ര തന്നെ. ഇപ്പം എല്ലാവർക്കും അതാണ് മെയിൻ പ്രശ്നം. ഞാനാണ് ദൈവം തരാൻ പോകുന്നത്. ആദ്യത്തെ എല്ലാവർക്കും അനുഗ്രഹം തരണം. ആർക്കും ഒരു അബദ്ധം കൂടാതെ. അതും ഒന്ന് തന്നെ, ഒരർത്ഥനെ 3 ഒന്നല്ലേ? 3 ഒന്ന് തന്നെ. ഞാൻ സ്കൂളിൽ ഫസ്റ്റ് റാങ്ക് എടുക്കണം. എന്താണ്? നല്ല ആരോഗ്യം, അത് കിട്ടണം. അതാണ് ഏറ്റവും പ്രശ്നം. അത് രണ്ടും. ഞാൻ ചോദിക്കുകയാണെങ്കിൽ ഈ ലോകത്തിലെല്ലാ ജനങ്ങളും എല്ലാ ജീവജാലങ്ങളും സുന്ദരമായി ജീവിക്കണം എന്നാണ്. പിന്നെ ഞങ്ങളുടെ ഫ്യൂച്ചർ ഒന്ന് സെറ്റ് ആക്കണം. എന്ന് വെച്ചാൽ ഞങ്ങളിപ്പോ സ്റ്റഡീസിലാണല്ലോ, അപ്പം കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ പെട്ടെന്ന് ഇൻവിസിബിൾ ഒക്കെ ആവാണെങ്കിൽ നല്ലതായിരിക്കും. ഇൻവിസിബിൾ ആയിട്ട് എന്ത് ചെയ്യും? മുങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. ഇരുട്ടടി കൊടുക്കാൻ. ഇൻവിസിബിൾ ആയി കഴിഞ്ഞിട്ട് ആ സുന്ദരമായ ചിരി എന്തൊരു ഐശ്വര്യദായകമാണ്. നോക്കണ കുട്ട. ആർക്കൊക്കെ പെട്ടെന്ന് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കുകയാണെങ്കിൽ നൈസ് ആയിട്ടൊന്നും മുങ്ങാലോ. പാരച്യൂട്ട് കയറണം. അപ്പൊ ഒരു ദിവസം അതിനകത്ത് കയറി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞ് വെച്ചാൽ ചെയ്യണമെന്നുള്ളത്. പിന്നെ രണ്ടാമത് ന്യൂയോർക്കിൽ സെറ്റിൽ ആവണം. ഒരു ചിക്കൻ ബിരിയാണി തരണം. എപ്പോഴും ഞാൻ എൻ്റെ ഫാമിലിയുടെ ഒപ്പം തന്നെ ഇരിക്കണം. സമാധാനത്തോടെ പീസായിട്ട് ജീവിക്കണം. ലോകത്തിൽ ചൂഷണം ചെയ്യണ ചൂഷിതരും ചൂഷകരുമില്ലാത്ത ഒരു സമധർമ്മ സഹവർദ്ധിത സിദ്ധാന്തം. ജാതി ഭാഷ ഭേദമില്ലാതെ എല്ലാവരും ഒന്നിച്ച് ജീവിക്കാനുള്ള വരം വേണമെന്ന് ചോദിക്കും. എൻ്റെ കുടുംബം എല്ലാം നല്ല വെച്ചിരിക്കണം, അതാണ് മെയിൻ. കുറെ ക്രൈംസ് അങ്ങനെയുള്ള സാധനങ്ങളല്ലേ, അതെല്ലാം കുറയ്ക്കാനുള്ളൊരു മനസ്സ് ആൾക്കാർക്ക് ഉണ്ടാക്കി കൊടുക്കും. ഇപ്പൊ നമ്മളിപ്പോ ടൂർ വന്നേ, അതായത് തിരുവനന്തപുരം ഇവിടുന്ന് മലമ്പുഴ എത്തി. അതിപ്പം നമ്മൾ നല്ല സന്തോഷത്തോടു കൂടി തിരിച്ച് കയറിയെടുത്ത് തന്നെ സന്തോഷത്തോടെ എത്തണം. അപ്പൊ 2 ആയില്ലേ? തിരിച്ച്. മൂന്നാമത്തെ വേൾഡ് ടൂർ ഒറ്റയ്ക്ക് സോളോ ട്രിപ്പ് പോകണം ആഗ്രഹം. പിന്നെ ടൈം ട്രാവൽ. പാസ്റ്റിലോട്ട് പോയാൽ മതി. മാറ്റാന്ന് വെച്ചാ മേ ബി എൻ്റെ സ്കൂൾ ടൈം അത്ര ഫണ്ണായിരുന്നില്ല, അപ്പൊ ഞാൻ സ്കൂള് മാറും. വേറെ സ്കൂള് അവസാനത്തെ ഏത് എക്സാമും പാസ്സാവാൻ പറ്റുകയാണെങ്കിൽ നല്ലതായിരിക്കും. സപ്ലി ഒന്നും ഇല്ല.
ഞങ്ങള് വിവസാണ് പഠിക്കണം. ഞങ്ങൾ PGക്ക് തട്ടിമുട്ടിയൊക്കെ ഇങ്ങനെ ഇത്ര നല്ല എയിംസിലാണെങ്കിൽ കുഴപ്പമില്ല. കിട്ടൂടി കിട്ടും കിട്ടേണ്ടതാണ്. ഞങ്ങൾക്കില്ല. കിട്ടും നല്ല അനുഗ്രഹത്തോടെ തരുന്നുണ്ട് രണ്ടുപേരും. മൂന്നാമത്തെ എന്താ ഇഷ്ടപ്പെട്ടവർ പെട്ടെന്ന് അടുത്ത് ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നു. മീൻസ് അവരെ ആലോചിക്കുമ്പോൾ തന്നെ അവർ നമ്മുടെ അടുത്ത് വേണം. അമേരിക്കയിൽ പോകണം. അമേരിക്കയിൽ പോകണം. കിട്ടി. അമേരിക്കയിൽ പോകണം. ഓക്കെ അക്സെപ്റ്റ്. ഒരു വർഷത്തിനുള്ളിൽ നീ പോയിക്കും. ഒരു വർഷത്തിനുള്ളിൽ നിന്റെ എക്സാംസും ഇല്ല അതാവും പോരെ. ഓക്കെ ഞാൻ തന്നു കഴിഞ്ഞു കേട്ടാ. മൂന്നാമത്തെ എനിക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ടാവണം. ഫ്രണ്ട്സ് ഇല്ലേ ഇപ്പോ? ഉണ്ട്, കുറച്ച് പേരുണ്ട്. ഇനിയും നിറയെ ഫ്രണ്ട്സിനെ വേണം. നിറയെ ഫ്രണ്ട്സ് വേണം. ശരി അപ്രൂവ് ചെയ്യും. ഞങ്ങളുടെ അവസാനത്തെ ആഗ്രഹം എന്നെ കൊണ്ട് കഴിയാൻ പറ്റുന്നത്ര സഹായിക്കണം എല്ലാവരെയും. എല്ലാവർക്കും ഹെൽപ്പ് ചെയ്യണം. ഓക്കെ അപ്പോൾ അസുഖമൊന്നും ഇല്ലാണ്ട് എല്ലാവരും നേരെ ഇരിക്കണം. അതൊക്കെയാണ് ചെറിയ ചെറിയ ആഗ്രഹം. കാശൊക്കെ പിന്നെ ഉണ്ടാക്കാം. എല്ലാം പഴയ ആദ്യം പഴയ പോലെ എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കാം. മൂന്നെണ്ണം. ഒന്നും കൂടി ഈ ആൻറ്റി ഒരു വരം കൂടെ പറയണം. ഞാൻ ഇനി ഒരു വരം കൂടെ പറയണോ? അല്ല നമുക്ക് ഈ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന വേരിയേഷൻസ് ഇല്ലേ ഭയങ്കര എപ്പോഴാ ഓരോ ഒരുപാട് പേമാരി ഒരു സൈഡിൽ അല്ലെങ്കിൽ ഭയങ്കര വെയിൽ ഒരു നോർമൽ ക്ലൈമറ്റ് നമ്മളും കൂടി വിചാരിച്ചാലാണ് നടക്കാന്നറിയാം. ഇതിൽ കൊണ്ടുവരാൻ എന്തെങ്കിലും പറ്റുമെങ്കിൽ അത് ചെയ്യണം എന്ന് പറയും. ഇപ്പൊ നമ്മൾ ട്രൂപ്പിൽ കയറി നമ്മളോട് വന്ന് 50 പേരുണ്ട്. 50 ജീവനോടെ തിരിച്ചെത്തണം. അപ്പൊ 3 ഇതുവരെ മൂന്നാമത്തെ വരം ഈ ലോകത്തിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ആവശ്യമായ എല്ലാ സാമഗ്രികളും ഈ ലോകത്തിൽ ഉണ്ടാക്കി കൊടുക്കണമേ ദൈവമേ എന്ന് ചോദിക്കും. എന്തെങ്കിലും ആഗ്രഹം ഇനി ഫ്യൂച്ചറിലേക്ക് എന്തെങ്കിലും ഫ്യൂച്ചറിൽ അവിടുന്നാവട്ടെ അതിന് നമ്മൾ പ്രത്യേകിച്ച് വരുന്നോട്ടെ അങ്ങനെ ഒന്നുമില്ല പ്രത്യേകിച്ച്. എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ? ഇല്ല അങ്ങനെ പ്രത്യേകിച്ച് ആയിരുന്നു. ഉറപ്പാടാം. ആഗ്രഹവും ഇല്ല. ഹാപ്പിയാണ്. வேற எனக்கு வந்து பைசாவே வேணாம். எனக்கு ஃப்ரெண்டு தான் மெயின். ஃப்ரெண்ட்ஸு எல்லாருமே கண் மாதிரி வேணும். பைசா வந்து வேஸ்டண்ணா. நான் சொல்கிறேன் பைசா வந்து வேஸ்ட். கன் மாதிரி நான் பறையா பைசா வந்து ஒரு வேஸ்டண்ணா. பைசா வந்து இன்றைக்கி வர நாளைக்கு போவோண்ணா. என்னைக்கு ஃப்ரெண்டு தான் வந்து மெயின். கன்னு എനിക്ക് ഫ്രണ്ട്സാണ് വേണ്ടത്. ഫ്രണ്ട്സ് தான் எனக்கு வேணும். எனக்கு ഫ്രണ്ട് தான் വേണം. അപ്പൊ കാണാം. സീ യു ബൈ. സോറി നിങ്ങളല്ലേ ഇറങ്ങണ്ടേ? ഇതാണ് ആളിറങ്ങാൻ വൈകി കഴിഞ്ഞ് ഞാൻ ഇറങ്ങിപ്പോകും.